ഗുഡ് മോർണിംഗ്. മുസ്തൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസവിച്ചെടുക്കണ പെണ്ണ് രാവിലെ തന്നെ കഴിക്കണം. എന്താ അറിയോ? എന്താണ്? ഇടിയപ്പം മീൻകറി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പ്രസവിച്ചവർക്ക് അറിയാലോ, ഭയങ്കര അടിപൊളിയാവുന്നു. യെസ്, അവളിവിടെ ഇരുന്ന് ബെഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇന്നലെ റൂമിൽ വന്ന് ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ ഇപ്പൊ ഇന്നാണ് ഇപ്പൊ ഫോൺ നോക്കുന്നത്. ഇൻസ്റ്റയിൽ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു എന്താ റിപ്ലൈ ആരാത്ത, നമുക്ക് ടൈം കിട്ടിയിട്ട് കേട്ടോ. ഒക്കെ റീപ്ലൈ കോൾ തരും. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. ഇന്ന് രണ്ടാമത്തെ ദിവസമല്ലേ? ഇന്നലെ ഡെലിവറി കഴിഞ്ഞു രാവിലെ. ഇന്ന് രാവിലെ ഇന്ന് ഒരു ഉച്ച ആകുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. മറ്റുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഒക്കെ ഓക്കെയാണ്, വളരെ അടിപൊളിയാണ്. നാളെ ഞങ്ങൾ ഉച്ചക്ക് എവിടെ പോകും? വൈകുന്നേരത്ത് ട്രീറ്റ്മെന്റിന്റെ സ്ഥലത്തോട്ട് പോകും കേട്ടോ. പിന്നെ ഡെയിലി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഇൻഷാ അല്ലാ. ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ സുബുമ്മ കിടക്കുന്നുണ്ട്, ഐഷു അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഐഷു ഗുഡ് മോർണിംഗ്. എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിനുള്ള പേപ്പേഴ്സ് റെഡിയാക്കുക കേട്ടോ. പേപ്പേഴ്സ് റെഡിയാക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ മേൽവിലാസം, രാജ്യം, പോണ്ട നമുക്കിന്ന് ഇവിടുന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പങ്കെടുക്കണം. പരിപാടികൾ നിങ്ങൾ ഐശുവിനൊന്നുണ്ടായി. ഐശുവിന് ഇക്ക് വൈക്കായിട്ട് നമ്മളെ മേലോർത്തെ അമ്മായിന്റെ ആരോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ലേ അൽമാസിലെ ഒരു പെണ്ണുണ്ടായിരുന്നു മേലോർത്തെ ആരോ ഒരു മകള് ആരോ മരുവള്. എന്നിട്ട് ആ ചെക്കനെല്ലാം നമുക്ക് കൈ തന്ന് സൈഫ് ഖത്താന്റെ കുടുംബത്തിലത്തെ ആരോ നിങ്ങളല്ലല്ലോ. എന്നിട്ട് ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് അവരാ ഞങ്ങക്ക് ഫില്ല് ചെയ്ത് തന്നു. ഫൈസാന്റെ നിങ്ങൾ എഴുതി കൊടുത്തില്ലേ? ഉണ്ടാവും. ആ ഇവളത് നിങ്ങളുടെ എഴുതി കൊടുത്തുണ്ടാവും. ഫൈസും ഫൈസാണ് രണ്ടാണെന്ന്. ഇനിയിപ്പോ ഇതിക്ക് വേറെ ഒന്നുമില്ലല്ലോ, ഇതവിടെ കൊടുക്കല്ലേ? കുറ്റിപ്പുറം. ആ നിങ്ങൾ ആദവനാടും അവനക്ക് ആദനാട് പഞ്ചായത്ത് ആവൂല്ലോ കൊടുക്കേണ്ടി വരിക. നമ്മളിന്ന് ഡിസ്ചാർജ് ഫുള്ള് ഫയലൊക്കെ കഴിഞ്ഞ് കിട്ടില്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് സുഖവാസം കഴിഞ്ഞ്. പക്ഷെ നമുക്ക് ആകെയുള്ള ഒരു സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ലീവിലാണ്. ഡോക്ടർ ഗോവയിൽ പോയത്. അത്ര ഇവിടെ ഡെലിവറി എടുത്ത് ഡോക്ടർ അത് ഉല്ലസിക്കാൻ പോയി. അതെ. അപ്പൊ 2 ദിവസത്തെ നമ്മുടെ റൂമിനെ നമ്മൾ മിസ് ചെയ്യുന്നു. നല്ല ട്രീറ്റ്മെന്റ് ആണ്, നല്ല സർവീസാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓക്കെയാണ് കേട്ടോ. CH അതിനുള്ള കോസ്റ്റേ ഉള്ളൂ. അതിന്റെ കോസ്റ്റൊക്കെ നമ്മൾ വഴി ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ നമുക്ക് എത്ര എമൗണ്ട് ആയിരുന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മളെ സാധാരണക്കാർക്ക്, നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, നിങ്ങളിപ്പോൾ നമ്മളെ കാണുന്നില്ലേ, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ബെറ്ററാണ്. ഒരു ഏകദേശം എല്ലാ ചെലവും കൂടി ഒരു 10-20 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എല്ലാ ചെലവും കഴിഞ്ഞ് നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് വരിയിലെത്താം. നോർമൽ ഡെലിവറി പിള്ളേര് സ്റ്റാഫ്സ് അവരാരും ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ ഞങ്ങള് അവരുള്ള സമയത്ത് വന്നിട്ട് കാണാം. എന്താ വെച്ചാൽ ഓരൊക്കെ നൈറ്റ് ആയിരുന്നു. ഇപ്പൊ ഡേയിലുള്ള പിള്ളേരുണ്ടാവും, അപ്പൊ ഓരോ കാണാൻ പറ്റിട്ടില്ല. അത് ഓരോ യാത്ര വരാൻ പറ്റും, ഒരു ചെറിയ വിഷമമുണ്ട്. ഓക്കെ, കേറില്ല വണ്ടിയില്. കേറ് ഐശു കേറ്. ഷിറാനെ ആനയിച്ച് വണ്ടി കയറ്റില്ല. അതെ, ഇങ്ങനെ ഡോറ് തുറന്നു തരാണ്ട് ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി നമ്മള് വീട്ടിൽ പോവും. എന്നിട്ട് നാളെ നമ്മൾ എവിടെ പോവും? ഓക്കെ, പെരയിലെത്തില്ലേ? എവിടെ ബേബിയുടെ? ബേബി ബാക്കിലാണ്. ഇറങ്ങിക്കോ. നീ ഇറങ്ങാനും കൈ പിടിച്ചിറക്കണ.
ഞാൻ വരാം. അങ്ങനെ ജംഷി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പറയേണ്ട ആള് ഞാനല്ലേ ശരിക്കും, ഇല്ലല്ലോ. എക്സ്പീരിയൻസ് ഒക്കെ ബാക്കി വീഡിയോയിലൂടെ പറയാം. ബാക്കി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലഗേജ് ഒക്കെ ഇറക്കല്ലേ, അത് ഇറക്കാൻ ഇനിയിപ്പോ ഞാൻ ഒറ്റക്ക് ഇതൊക്കെ അതാണ് ഏറ്റവും വലിയ പണി. മറ്റേ എന്ത് കാര്യത്തിന് ഇജ്ജി ഉണ്ടായിരുന്നു, ഇനിയിപ്പോ ഇജ്ജി ഇല്ലല്ലോ. ഓക്കെ ഇജ്ജി വെടിയൊക്കെയാണ് ഞാൻ. ഓ എന്ത് വേദന ഉണ്ട് അണ്ണാച്ചി പെണ്ണെ. എന്ത് വിശേഷം? ഹായ് ബേബി. എന്താണ് ഉമ്മാന്റെ മോള് വിശേഷം? പ്രസവിച്ച് കിടക്കാൻ എങ്ങനെയുണ്ട്? അല്ല ഉമ്മാന്റെ മോന്റെ ഇപ്പൊ ഇനി അതൊന്ന് തലിയുമായി വരാണ്ട് പഠിച്ചു വരാം. കുട്ടീനെ കാണിച്ചു കൊടുക്കണ്ട കുട്ടിയോട്. അത് പറഞ്ഞേട്ടാ. ഏതാ കുട്ടീന്ന് നമ്മൾ ഇതുവരെ നമ്മള് പറഞ്ഞിരിക്കണ് ഇൻസ്റ്റാഗ്രാമില് റീൽ ഇട്ടിക്കണ്, ഇൻസ്റ്റാഗ്രാം മറ്റേതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിലുള്ളവർക്ക് ആർക്കും അറിയില്ല എന്താ കുട്ടി. ഞങ്ങൾക്ക് നമുക്ക് ബോയ് ആണ് കേട്ടാ, ബോയ് ആണ് നമ്മുടെ കുട്ടി. അതെ. അപ്പൊ ഇഷ ബേബി എങ്ങനെയുണ്ട് നമ്മളെ ബോയ്? മേജിക് കാണിക്കേ. ഞാൻ വരാം. എന്താണ് പറ അന്റെ മാജിക്? ഓളെ മാജിക് ഒന്ന് പറയാം. ഓള് പറയണൊക്കെ ഇനി കേൾക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതല്ല അതാണ് മാജിക്. അവൾക്കിപ്പം ചെക്കൻ വന്നതിന് ശേഷം അവൾക്ക് ഇച്ചിരി കുറുമ്പ് കൂടുതലാട്ടോ. പക്ഷെ നമ്മളപ്പോൾ അവളെ കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യണം. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. കൈയടിക്ക്, അടിക്ക്. യെസ്. അതന്നെ. അപ്പം ഞാൻ അപ്പച്ചി ഇനി മെച്ചിനോട് കുറച്ച് ഓള് പറയണതിനൊക്കെ നമ്മള് ഹായ് എന്തുണ്ട് വിശേഷം? ഇപ്പൊ എണീക്കണുള്ളൂ? കാരണം എന്താ വൈകാൻ കാരണം എന്താ? രാത്രിയോ ഫുൾ? അപ്പൊ ഇയാണോ കൂട്ടിയിരിക്കണേ? ഉമ്മച്ചിക്ക് സപ്പോർട്ടായിട്ട് ഇരുന്ന് കൊടുക്കും. വെരി ഗുഡ്, എൻ്റെ കുട്ടിയാണ്. ലവ് യു. ഓള് സൂപ്പറാണ്. ഓള് ഉമ്മച്ചിനെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഉമ്മച്ചിനെ ഫുള്ള് സപ്പോർട്ട്. അപ്പം എന്താ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബേബിക്ക് രണ്ടുമ്മാരാണ്. ഒന്ന് ചെറിയമ്മ, ഒന്ന് വലിയമ്മ. ഓളുണ്ടായതുകൊണ്ട് കുട്ടികളെ കുറേ കാര്യങ്ങളൊക്കെ ഓള് നോക്കും, ഉമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഓള് നോക്കും. പറ പിന്നെ വേറെ പറഞ്ഞോട്. ഇന്ന് നമ്മൾ പ്രസവരക്ഷയ്ക്ക് പോവാട്ടോ, അങ്ങോട്ട് പോവാണ് ഇന്ന്. പിന്നെ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഇട്ടാൽ ഡെയിലി വ്ളോഗ് ഉണ്ടാവും. അത് നാളത്തെ വ്ളോഗായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി യാത്ര മുതൽ അവിടുന്ന് അങ്ങോട്ട് നാളെ. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വ്ളോഗ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഡേ 1 to ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം. ഇനി കുറേ സാധനങ്ങൾ ഒരുക്കി വെക്കാണ്ട് റെഡിയാക്കാണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. അതെന്താ റെഡിയാക്കാത്ത? എന്താ ഇഷ്യൂ? ഉറങ്ങുന്ന കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യം റെഡിയാക്കണ്ടെങ്കിൽ അപ്പൊ ഇനി എപ്പോഴാ റെഡിയാക്കാത്ത? കാര്യം റെഡിയാക്കാം. റെഡിയാക്കാൻ പോവാ? പോണേ മമ്മ പിടിച്ചേക്കണ്, ഒക്കെ സെറ്റാക്കി വെച്ചിക്കണേ. അപ്പൊ ഇനി ആയിക്കോട്ടെ. കുട്ടി പാലുടിച്ചാ? എന്ത് എന്തിനാ കൂട്ടണ്? ഗ്യാസ് തരൂ. അനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഓക്കേ. അപ്പൊ അങ്ങനൊക്കെ എന്തിനാ ഓരോ നിയമങ്ങൾ ഉണ്ടല്ലേ? രാത്രി ഫുള്ള് ഉറങ്ങണേ ഇല്ല ആള്. ഐശു നല്ല സുഖമല്ല അതുകൊണ്ട് കണ്ണടന്നിട്ട് ഒരു 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റ് കിടന്നു കഴിഞ്ഞാല് പിന്നെ കരയും. പാലെടുത്ത് തേട്ടിട്ട് കൊട്ടിട്ട് കെട്ടി കൊടുത്താല് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കിടന്നാല് അപ്പൊ കരയും. അപ്പൊ മമ്മയ്ക്ക് എന്തിനാണ് കുട്ടി കരയണത്? നീ കണ്ടുപോയിച്ചിങ്ങനെ എടുത്ത് കരയും. അപ്പൊ വെച്ചാല് അതിനിപ്പോ പാല് കൊടുത്ത് തേട്ടിട്ട് കൊട്ടിട്ട് ഇപ്പൊ കെട്ടിയതാണ്, എന്നിട്ടും ഇപ്പൊ കരയാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാല് രാത്രി ഉറക്കം ഉണ്ടാവൂല ഇനി ഇവിടെ നിന്നാണ്ട്. പിന്നെ ബോറടിക്കൂല ഉമ്മച്ചിക്ക്. എടുത്തിട്ട് നമ്മളെന്ത് പറഞ്ഞ കണ്ണിങ്ങനെ നോക്കിയിട്ട് ഉമ്മച്ചിക്ക് ആൺകുട്ടിനെ കിട്ടിയ പിന്നെ ഞങ്ങൾക്ക് കട ഉണ്ടാവൂലേ? ഞങ്ങള് 10 കൊല്ലം കഴിഞ്ഞിട്ട് ആൺകുട്ടി ഉണ്ടാവണില്ലേ? നമ്മളൊക്കെ എനിക്കതല്ല, എനിക്ക് നമ്മളെക്കാട്ടും കൂടുതൽ സന്തോഷം എനിക്ക് എന്താ അറിയോ, ഇവർക്ക് രണ്ടാൾക്കും ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഒരാളായില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളിത് പോട്ടെ, നമുക്ക് പിന്നെ പ്രശ്നമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇവർക്ക് ഐശുവിനൊക്കെ നന്നാക്കി എടുക്കാൻ ഒരാള്, അതാണ്. അതെ അനിയന്റെ കുട്ടീനെ ഇവൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ തൊട്ട് ഇവൾ ഇങ്ങനെ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളി നടക്കുന്നത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻ മൈ ഡിയർ, അടിപൊളിയായില്ലേ, സന്തോഷമായില്ലേ? നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. കുറച്ചും കൂടി വെയിറ്റ് പിന്നെ വേറെ ഉള്ളവരെ കുട്ടിയെ കണ്ട് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഓർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. ഒരു കുറച്ച് അഫ്ലൂനൊക്കെ എത്തട്ടെ, എന്നിട്ട് നോക്ക് അഫ്ലൂന്റെ അത്ര ഉണ്ടോ സ്വഭാവം കൊണ്ട് ഇല്ലേ. ഞാനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പനോട് പറഞ്ഞു വരുന്നേ, ഇവനും ഓനും കൂടിയും വലുതായത്. ഞാൻ ചോദിച്ചില്ല, 1.25 വയസ്സിന്റെ ഡിഫറൻറ്റ് ഉള്ളൂ ഇവനും അഫ്ലും കൂടി. ഞാൻ പറഞ്ഞു ഇത് രണ്ടും കൂടി വലുതായാലും പെര തിരിച്ചേക്കാൻ ഞാൻ ഭാഗ്യം. കാരണം നമ്മളൊക്കെ സ്വഭാവം ചെറുപ്പത്തിന് സ്വഭാവം വെച്ചിട്ട് അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അഫ്ലും ഇവനും കൂടി റെഡി ആയാൽ ഉമ്മ നിങ്ങളെ ഈ പെരൊക്കെ പൊളിച്ചു വെക്കും. അല്ലാ ഇന്റെ പൾസറിന്റെ ചാവി താടി. അതെന്താ, ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇവള് ബേബിക്ക് നമ്മൾ ഈ മറ്റേത് നെറ്റ് വാങ്ങിക്കുന്നുണ്ട്, അങ്ങനത്തെ ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവള് ഇന്നലെ വന്നപ്പം തൊട്ട് എന്താണ് പരിപാടി, അതില് കയറി കിടക്കേ. ഇഷ ബേബി ഓള പരിപാടികൾ ഇതൊക്കെയാണ്. ആ നെറ്റിനകത്ത് എങ്ങനെ ഓളൊക്കെ എടുക്കാൻ പറ്റുക, നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇഷ ബേബി നിന്റെ കുട്ടീനെ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ആർക്കും എന്തും, മനസ്സിലായ? അന്നെപ്പോലെ സുന്ദരി ആയിട്ടുള്ള, അന്നെപ്പോലെ ഇത്ര സുമുഖിയും സുന്ദരിയും സുശീലയും അല്ലല്ല ആളിപ്പോ അല്ല സാഡ്. എന്താ ഓൾക്ക് കുട്ടീനെ കണ്ടപ്പോഴുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ ഒന്നാമത് ഞാനിവിടെ ഇല്ലല്ലോ കിടക്കാന്, ഒന്നാമത് ആ ദേഷ്യം കൂടിയാണ്. ഞാൻ എൻ്റെ വരെ നമ്മളെ വരിയില്ലെന്ന് ഇവർ ഇവിടെ അല്ലേ. ഞാൻ ഇപ്പൊ രാവിലെ വന്നതാ. അപ്പോൾ നോക്കുമ്പോൾ ഓൾക്ക് രാത്രി കിടക്കണമെങ്കിൽ, പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണം എന്ന് പറഞ്ഞു, അതൊക്കെ കുറച്ച് വലിയ അറിയില്ല. അതിന് കേറിട്ട് സിപ്പിട്ട് കിടന്നാ ചിരിച്ച അവളെ കളിയാക്കാൻ വിചാരിക്കും. അത് ഇഷ ബേബി അങ്ങനെയാണ്. ഇഷ ബേബിക്ക് പുതപ്പോ കാര്യങ്ങളോ എത്ര AC ഒക്കെ എത്ര തണുപ്പത്തിട്ടാലും ഓൾക്ക് ഓളെ ഷോക്സ് ഇട്ടാ കരയുണ്ടാ. ഇട്ടെടുത്ത് നോക്കിയാ കയ്യിന് വലിച്ചിടുക. മുട്ടക്കാക്ക കുട്ടീനെ ശുക്കൂറെന്ന് വിളിക്കുക. ഓ കണ്ണുറന്ന് നോക്കും. എന്നോട് സ്നേഹമുള്ള ഒരു കുട്ടിയാണ്, ഏതൊർക്കത്തിന് വിളിച്ചാലോ കണ്ണുറക്കും. കുറച്ചും കൂടി വലുതാവും പറയാ, പോടാ മുട്ടക്കാക്കാന്ന് പറയും. കുറച്ചും കൂടി വലുതായാല് ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. നമ്മുടെ ഇനിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം. നിങ്ങൾ ഫുൾ സപ്പോർട്ട് വേണം. നിങ്ങൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡോക്ടറെ വിളിച്ചിരുന്നോ? നമുക്ക് വിളിക്കാം, അവിടെ പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് വിളിക്കാം. ഇഷ ബേബി ആയിക്കോട്ടെ തന്നെ ഡോക്ടർക്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം ഇൻഷാല്ലാ. അത് ഇപ്പം ഡോക്ടർ പിന്നെ ഹർബറി ആയിട്ട് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഇനി നമുക്ക് ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണാം. നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഡോക്ടറെ പോയി കണ്ടിട്ട് നമുക്ക് സെറ്റാക്കാം. അവിടെ നിന്ന് വിളിച്ച് മനുഷ്യനെ ഇടങ്ങാറാക്കണം. പറയേ വാപ്പച്ചിയോട് അമ്മച്ചിനെ സംസാരിക്കല്ലേ, പറ. അത് അതിൻ്റെ ചാവി പൾസറിൻ്റെ
2 ചാവി അതിൻ്റെ തന്നെയാണ് 2 ചാവി അതിൻ്റെ തന്നെ. ആ ഇതാണ് കേട്ടോ നമ്മളെ പൾസർ. ഇത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, ഇവിടുത്തെ കാറുകൾ മാത്രമേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ പടക്കുതിര. നാട്ടിൽ വന്നാൽ എപ്പോഴും ഒന്നും ഉപയോഗിക്കലില്ല. ആ അന്നെന്തിനായ്മ ഇരുത്തുന്നത്? കടയൊക്കോ? ഇപ്പം ഞാൻ വരുമ്പോൾ നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല അതിമ ഇരുത്തിയിട്ട്. എങ്ങനെയുണ്ട് പൾസർ? എങ്ങനെയുണ്ട് അത് പറ. സൂപ്പറാണോ? ഇത് എടുത്തിട്ട് കുറേ ആയിട്ടാ, 5 വർഷത്തിൻ്റെ മേലായിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട്. നമ്മളങ്ങനെ ഓടാറില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്നാലും കാറാണ് ഉപയോഗിക്കുക. പൾസർ നമ്മൾ ചെറിയ ചെറിയ ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എത്ര കിലോമീറ്റർ ആയിക്കണ് ശിവബി? എത്ര കിലോമീറ്റർ ആയിക്കണ്? 5 കിലോമീറ്റർ. കാണുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക്. അധികമൊന്നും ആയിട്ടില്ല. ഒരു എത്ര പറയുക, ഏറിപ്പോയാലും ഒരു 19,000-18,000 കിലോമീറ്റർ ഇപ്പോഴും ആയിട്ടുള്ളൂ. 5 കൊല്ലമായിട്ടും. നമുക്ക് പോകട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് പ്ലേസ്. ഓര് പോന്നില്ലേ?